കാര്യം കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ. ഈ വേസ്റ്റ് ഒന്ന് താന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. അവിടെ ഇവർക്ക് വലിച്ചെടുക്കാനും പറ്റില്ല, നമുക്ക് പൊങ്ങാനും പറ്റില്ല. അത് ഇവർ 2-3 മീറ്റർ അങ്ങോട്ട് പോയിട്ട് കണ്ടത് അത്രയും തടി കാലിൻ്റെ രൂപത്തിൽ കണ്ടെന്നേ ഉള്ളൂ. നമ്മൾ അവിടെയെല്ലാം സെർച്ച് ചെയ്ത് അവിടെ നിന്ന് 15 മീറ്റർ അങ്ങ് താഴെ പോയി സെർച്ച് ചെയ്ത്, പക്ഷേ അവിടെ എല്ലാം ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഡേഞ്ചർ കേസാണ്. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ സെർച്ച് ചെയ്യാത്ത സ്ഥലമുണ്ട്, ഇതുപോലെയുള്ള സ്ഥലം ഡേഞ്ചർ സിറ്റുവേഷനാണ്. അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്നുള്ളത്. നിങ്ങൾ ഈ വെയിൽ കുറച്ച് കൂടിയത് കൊണ്ട് ജലനിരപ്പ് താഴ്ന്നു. വെയിലില്ല, മഴ മാറിയതുകൊണ്ട് ജലനിരപ്പ് താഴ്ന്നു. അപ്പോൾ അത് നമുക്ക് ഡൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ഡൈവ് ചെയ്യാൻ ഗ്യാപ്പ് കുറവല്ലേ. നിലവിലെ സാഹചര്യം സ്മൂത്തായി പോകാൻ പറ്റുന്നില്ല. ഇല്ല, അത് ഈ നമ്മളെ തുണികളാണ്, ഭയങ്കര തുണികളൊക്കെ നമ്മളിങ്ങനെ വളഞ്ഞ് മാറ്റി എന്തെങ്കിലും എന്തെങ്കിലും തട്ടണമെങ്കിൽ അവിടെ കയറി പിടിച്ച് ബോഡി തന്നെ നോക്കി, വീണ്ടും എന്തെങ്കിലും തട്ടണമെങ്കിൽ അവിടെയും പിടിച്ച് ബോഡി തന്നെ നോക്കി. എന്നാൽ ചെളിയുമാണ് നമ്മൾ നല്ല ചെളിയും കൂടെയാണ്. ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ചില ഭാഗത്ത് മാത്രം കുറച്ചുകൂടെ ഗ്യാപ്പ് കിട്ടും. നല്ല ഡേഞ്ചറായിട്ടാണ് പോകണം. കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം താഴണമെങ്കിൽ നമ്മളവിടെ ഇരിക്കും. ഇവർക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും പറ്റില്ല. ഒന്നുകൂടെ നമ്മൾ സെർച്ച് ചെയ്യാത്ത സ്ഥലമുണ്ട്, അവിടെ ഇനിയിപ്പോൾ പോകും. അത് നമ്മൾ സെർച്ച് ചെയ്യാത്ത ഏരിയ ഉണ്ട്. നമ്മൾ 5ാമത്തെ പ്ലാറ്റ്ഫോം മുതൽ ഇങ്ങോട്ട്. ഇന്നലെ വൈകുന്നേരം അല്ല, ഇന്ന് രാവിലെ നമ്മൾ സെർച്ച് ചെയ്യാത്ത സ്ഥലം നോക്കി, അത് കഴിഞ്ഞ് താഴോട്ട് പോകും. രാവിലെ മുതൽ പരിശോധന നടത്തുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. ഇത് നടത്തുന്നതിന് നിങ്ങളുടെ ഒരു നിഗമനം എങ്ങനെ? ഇതിനുള്ളിൽ തന്നെ ഉണ്ടാകും. നമ്മൾ ഇറങ്ങിയ സമയത്ത്, അതായത് ഇവൻ വീഴുന്ന സമയത്ത് നല്ല ഗ്യാപ്പുണ്ടായിരുന്നു. അപ്പോഴീ ഒഴുക്കിൽ ഇവൻ പെട്ട് നീങ്ങി ഉണ്ടോയെന്ന് അറിയില്ല. അത് മാത്രമല്ല, 6-7 മറികടന്നുകൊണ്ട് മറ്റു സ്ഥലത്തേക്ക് പോയി കാണും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം 6-7 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചിലപ്പം ബോഡി പൊങ്ങാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അത് പൊങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചെറിയ ഒഴുക്കിൽ തട്ടി വലിയ പാറക്കെട്ടുകളൊന്നുമില്ല, ഈ വേസ്റ്റ് ചാക്കുകെട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തടഞ്ഞ് തട്ടി ചിലപ്പം ഈ ടണൽ കഴിഞ്ഞ് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ വീഴുന്ന സമയത്ത് അത്രയും ഒഴുക്കുണ്ടായിരുന്നു.